സോ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 മാക്സും S2 2019 മാക്സിലെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചാണ്. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. എന്താണ് 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. അതിന് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയി. സോ തിരിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവേഴ്സ് ലാപ്ലാസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന L ഇൻവേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. L ഇൻവേഴ്സ് എന്നാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണെങ്കിൽ 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ആണ്. തിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണാം 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു 1/s. സോ 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു 1. ഇതുപോലെ നമ്മൾ പഠിച്ച എല്ലാ കോമൺ ഫംഗ്ഷനിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടി? ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് കിട്ടും. സോ അടുത്ത കേസ് നോക്കാം. e⁻⁴ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s - a ആണ്. e⁻⁴ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s - a ആണ്. സോ അതിനെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസ് ആയി. അതായത് 1/s - aയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് e⁻⁴ ആണ്. ഒന്നുകൂടെ പറയാം, e⁻⁴ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s - a. തിരിച്ച് പറഞ്ഞാൽ 1/s - aയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് e⁻⁴. ഇതുപോലെ e⁻⁻ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s + a. തിരിച്ച് പറഞ്ഞാൽ 1/s + aയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് e⁻⁻at. ഇനി നമുക്ക് അറിയാം t⁻n ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് n⁴/s⁻n+1. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. t⁻n ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് n⁴/s⁻n+1. അതിനൊന്ന് തിരിച്ച് പറഞ്ഞേ, n⁴/s⁻n+1 ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് t⁻n. n⁴/s⁻n+1 ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് t⁻n. അപ്പോൾ എന്തായിരിക്കും 1/s⁻n+1 ഇൻവേഴ്സ് ലാപ്ലാസ്? ആ n⁴ നമുക്ക് താഴോട്ട് ഇറക്കാം. സോ 1/s⁻n+1 ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് t⁻n/n⁴. സോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 1/s⁻n+1 n+1 വന്നപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ത് വന്നു? t⁻n/n⁴. സോ L ഇൻവേഴ്സ് ഓഫ് 1/s⁻n വരുമ്പോഴോ ഒന്ന് കുറയും, t⁻n−1/n−1 സോ നമുക്ക് എപ്പോഴും ഇപ്പോൾ 1/s⁻n ഫോർമാറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്തായിരിക്കും? t⁻n−1/n−1. സോ ഇനി നമുക്ക് നോക്കാം. sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് a/s² + a². sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് a/s² + a². അതിനെ തിരിച്ച് പറഞ്ഞാലോ, a/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് sin⁡. എന്താണ് നമ്മൾ പഠിച്ചത്? sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് a/s² + a². എങ്കിൽ a/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് sin⁡. സോ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് പറയാം. 1/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസോ a/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് sin⁡. സോ 1/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസോ ആ a അപ്പുറത്തോട്ട് താഴോട്ട് ഇറക്കിയാൽ മതി. സോ sin⁡a. സോ നമ്മളിവിടെ ഒരു കാര്യം പഠിച്ചു, a/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് sin⁡ ആണെങ്കിൽ 1/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് sin⁡a. ഇതേപോലെ cos⁡ നോക്കാം. cos⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? s/s² + a². cos⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു s/s² + a². അതിനൊന്ന് തിരിച്ച് പറഞ്ഞേ, s/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ഇസ് ഈക്വൽ ടു cos⁡. cos⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം s/s² + a² എങ്കിൽ s/s² + a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ഇസ് ഈക്വൽ ടു cos⁡. സോ നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമാണ്. അതായത് sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോമും cos⁡ ലാപ്ലാസ് ട്രാൻസ്ഫോമും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin⁡ ഇസ് ഈക്വൽ ടു, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തിയ sin⁡ ആയി. നമുക്കറിയാം sin⁡ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? a/s² + a². സോ ആ പ്ലസിനെ മൈനസ് ആക്കിയാൽ നമുക്ക് sin⁡ ആയി. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin⁡ ഈസ് ഈക്വൽ ടു a/s² - a². എങ്കിൽ തിരിച്ച് പറഞ്ഞേ, a/s² - a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് sin⁡. അങ്ങനെയാണെങ്കിൽ 1/s² - a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് sin⁡
ബൈ എ. സോ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1/s² പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് സൈൻ എ ടി ബൈ എ. 1/s² പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് സൈൻ എ ടി ബൈ എ. 1/s² മൈനസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് സൈൻ എച്ച് എ ടി ബൈ എ. എന്താണ്? പ്ലസ് വന്നു കഴിഞ്ഞാൽ സൈൻ എ ടി ബൈ എ, മൈനസ് വന്നു കഴിഞ്ഞാൽ സൈൻ എച്ച് എ ടി ബൈ എ. സോ ഇനി നമുക്ക് കോസ് എച്ച് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നോക്കാം. കോസ് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? s/s² പ്ലസ് എ സ്ക്വയർ. ആ പ്ലസിനെ മൈനസ് ആക്കിയ കോസ് എച്ച് എ ടി ആയി. സോ ലാപ്ലാസ് ഓഫ് കോസ് എച്ച് എ ടി ഈസ് ഈക്വൽ ടു s/s² മൈനസ് എ സ്ക്വയർ. അതിന് നേരെ തിരിക്കുമ്പോൾ എന്താവും? s/s² മൈനസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി. സോ നമുക്ക് രണ്ട് കാര്യം കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതായത് s/s² പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് കോസ് എ ടി, s/s² മൈനസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി. സോ പ്ലസ് വന്ന കോസ് എ ടി, മൈനസ് വന്ന കോസ് എച്ച് എ ടി.